ഒരേപോലത്തെ ഡ്രസ് സെറ്റ് അമ്മയ്ക്കും മോക്കും ഒരുമിച്ച് തിളങ്ങണം എന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ ദിസ് ഇസ് ദ പെർഫെക്റ്റ് വീഡിയോ ഫോർ യു ഓൾ. ബട്ട് ബിഫോർ ഐ ഗെറ്റ് സ്റ്റാർട്ടഡ്, ഹാപ്പി വിമൻസ് ഡേ. വിമൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ ഇന്നൊരു അതിഥി ഉണ്ട്. മറ്റാരുമല്ല, എൻ്റെ മദർ ഇൻ ലോ ആട്ടോ. ഞാൻ എൻ്റെ ഇൻലോസിന്റെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ തന്നെ അമ്മ നല്ലോണം എക്സൈറ്റഡ് ആയിരുന്നു. ഷീ ഈസ് റിയലി സ്വീറ്റ്. അപ്പോൾ ഷീ ഈസ് ജോയിൻ മീ ടുഡേ. എന്താ സംഭവം എന്ന് വെച്ചാൽ, മീഷോന്ന് ഞാൻ കുറച്ച് കുർത്ത സെറ്റ്സ് ഓർഡർ ആക്കിയിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ 20s or 30s, ഈവൻ അതിലും യങ് ആയിട്ടുള്ള കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും അവർക്ക് മാത്രമല്ല 50+ ഉള്ള അമ്മമാർക്കും ചേരുന്ന കുർത്ത സെറ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത്. എനിക്ക് അമ്മയ്ക്ക് ഒരേപോലെ ഇഷ്ടപ്പെട്ട സെറ്റ്സ് ആട്ടോ. പക്ഷെ ഞങ്ങളുടേതായ സൈസസിൽ അത് എടുത്തിട്ടുണ്ട്. സോ അത് എങ്ങനെ ഉണ്ട് എന്നൊക്കെ അറിയാൻ, ഞങ്ങളുടെ ഓണസ്റ്റ് ഒപ്പീനിയൻ അറിയാൻ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ആദ്യത്തേത് എനിക്കും അമ്മയ്ക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു മെറൂൺ കളറിലെ കുർത്ത സെറ്റ് ആട്ടോ. എല്ലാം കുർത്ത സെറ്റ് വിത്ത് ദുപ്പട്ടയാണ് വരുന്നത്. ഞാൻ അത് പറയാൻ വിട്ടുപോയി. സോ ഇങ്ങനെയാണ് ആ കുർത്ത സെറ്റ് ഇരിക്കുന്നത്. നിങ്ങൾ കുറെ പേരെങ്കിലും ഇത് ആമസോണിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര കോമൺ ആയിട്ട് ആമസോണിൽ കണ്ടുവരുന്ന ഒരു കുർത്ത സെറ്റ് ആണ്. പക്ഷെ ഇതിന്റെ പ്രൈസ് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് 654 റുപ്പീസിനാണ്. അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ കണ്ടാണ് ഞാനിത് മേടിച്ചിരിക്കുന്നത്. ഞാൻ എടുത്തത് മീഡിയം സൈസിലും അമ്മ എടുത്തത് ലാർജ് സൈസിലും ആണ്. ആൻഡ് ഇത് വിസ്കോസ് റയോൺ, പ്രത്യേകം ശ്രദ്ധിക്കുക, കോട്ടൺ മെറ്റീരിയൽ അല്ല, ഇതൊരു വിസ്കോസ് മെറ്റീരിയലാണ് വരുന്നത്. ആൻഡ് ഫാബ്രിക് ക്വാളിറ്റി ഒക്കെ ഓക്കെ ആണ്. പക്ഷെ ചെറുതായിട്ട് വെയിലിന്റെ അടിയിലൊക്കെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഹാർഷ് ലൈറ്റിന്റെ അടിയിൽ നിൽക്കുമ്പോൾ ചെറുതായിട്ട് തിൻ ഫാബ്രിക്, അതായത് സീ ത്രൂ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. സോ ഒരു സ്ലിപ്പ് ഇടുന്നത് നല്ലതായിരിക്കും. ആൻഡ് ഇതിന്റെ ഫിറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ കറക്റ്റ് ഫിറ്റ് ആയിട്ടാണ് തോന്നിയത്. അതായത് ഒത്തിരി ബോഡി ഹഗ്ഗിങ്ങും അല്ല, എന്നാൽ ഒരുപാട് ലൂസ് ഫിറ്റും അല്ല, കറക്റ്റ് ആയിട്ടുള്ള ഫിറ്റിംഗ് ആണ്. പക്ഷെ അമ്മയ്ക്ക് അത് ഇട്ടിട്ട് കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. സോ അമ്മമാർക്ക് നിങ്ങൾ ഗിഫ്റ്റ് ചെയ്യാൻ മേടിക്കുകയാണെങ്കിൽ അവരുടെ സൈസിന്റെ അടുത്ത സൈസ് മേടിക്കുന്നതായിരിക്കും കേട്ടോ എപ്പോഴും നല്ലത്. കാരണം എസ്പെഷ്യലി ഇപ്പം കുറച്ച് വണ്ണമൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ ഉള്ള സൈസിനെക്കാളും ഒരെണ്ണം മോളിൽ മേടിക്കുന്നതായിരിക്കും അവർക്ക് ഇട്ടുകൊണ്ട് നടക്കാനും കംഫർട്ടബിൾ അത് തന്നെയാട്ടോ. പിന്നെ കോട്ടൺ ബ്ലെൻഡ് അല്ല, അത് ഞാൻ ഇപ്പോഴേ പറയാണ്. 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. ആൻഡ് പാൻറ്റിന് കെട്ടാനൊന്നുമില്ല, ജസ്റ്റ് ഒരു ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ബാൻഡ് വരുന്ന ലൂസ് ഫിറ്റഡ് ബോട്ടം ആണ്. ഇടാനൊക്കെ നല്ല സുഖം ആട്ടോ. പിന്നെ ഇതിന്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഒരു വിസ്കോസ് അതേ മെറ്റീരിയലിൽ വരുന്ന ദുപ്പട്ടയാണ്. നല്ല നീളവും വീതിയുണ്ട്. അത് എനിക്ക് തോന്നുന്നു അമ്മമാർക്കും ഇഷ്ടപ്പെടാൻ നല്ല ചാൻസ്. അടുത്ത സെറ്റും കഴിഞ്ഞ സെറ്റും മേടിച്ച അതേ ബ്രാൻഡിൽ നിന്നാട്ടോ. ക്ലോസിയ എന്നാണ് ഈ ബ്രാൻഡിന്റെ പേര്. ഒരു ബ്യൂട്ടിഫുൾ വൈറ്റ് ആൻഡ് ബ്ലൂ പ്രിന്റ് വരുന്ന ഒരു കുർത്ത സെറ്റ് ആണ്. ഇതും വിത്ത് ദുപ്പട്ടയാണ് വരുന്നത്. ഡീറ്റെയിൽസ് ഞാൻ പറയാം. പിന്നെ ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത് 648 റുപ്പീസിനാണ്. മറ്റേ സെറ്റ് പോലെ തന്നെ ഇതിനും നല്ല റിവ്യൂസ് വായിച്ചിട്ടാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. കാരണം അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്യുന്നില്ലേ, അപ്പൊ ഞാൻ ഒന്നിനും കോംപ്രമൈസ് എടുത്തില്ല. ഇതിന്റെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത്. എനിക്കും അമ്മയ്ക്കും ഇട്ടിട്ടും അത്യാവശ്യം ഇതിന്റെ ഫാബ്രിക് ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞത് വിസ്കോസിലാണ്, ഇത് കോട്ടൺ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇനി ഇതിന്റെ ഫിറ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ ഞാൻ മേടിച്ചത് മീഡിയം, അമ്മ മേടിച്ചത് ലാർജിലാണ്. എനിക്ക് കറക്റ്റ് ഫിറ്റ് ആണ്. അതായത് ഇപ്പം കറക്റ്റ് ഫിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇത് കോട്ടൺ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് ഷ്രിങ്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു അടുത്ത സൈസ് മേടിക്കാനേ ഞാൻ ഇത് ചെയ്യത്തുള്ളൂ, റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. ഈവൻ അമ്മയ്ക്കും അതേ അഭിപ്രായമാണ് ഫീൽ ചെയ്തത്. അതായത് ഇട്ടിട്ട് ഇപ്പൊ കറക്റ്റ് ആണ്, ഇപ്പൊ നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് കിടക്കുകയാണ്. പക്ഷെ ഒന്ന് കഴുകുമ്പോൾ ഷ്രിങ്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്കും അമ്മയ്ക്കും ഒരേപോലെ ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ ഏത് പ്രായക്കാരായിക്കോട്ടെ, പക്ഷെ നിങ്ങളുടെ സൈസിൽ നിന്ന് ഒരു സൈസ് അപ്പ് മേടിക്കുന്നതായിരിക്കും എപ്പോഴും കംഫർട്ടബിൾ. മൂവിങ് ഓൺ ടു ദ പാന്റ്. ഇതും ഒരു ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ബാൻഡ് വരുന്ന പാന്റ് ആണ്. ലൂസ് ഫിറ്റ് പലാസോ പോലെ കിടക്കുന്ന കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര സുഖമാണ്, ഇത് ഇടാനും ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ അതേപോലെ ഒരു കോട്ടൺ ബ്ലെൻഡ്, പ്യുവർ കോട്ടൺ എന്ന് എനിക്ക് തോന്നുന്നില്ല, കോട്ടൺ ബ്ലെൻഡ് ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ട നല്ല നീളവും വീതിയൊക്കെ ഉണ്ട് കേട്ടോ. അമ്മയ്ക്ക് അത് നല്ലോണം ഇഷ്ടപ്പെട്ടു. അടുത്തത് ഒരു ഇൻഡിഗോ കളറിലെ കുർത്ത സെറ്റ് വിത്ത് ദുപ്പട്ടയാട്ടോ. ഇങ്ങനെയാണ് ആ സെറ്റ് ഇരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഭയങ്കര സട്ടിലാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഓഫീസ് വെയർ ആയിട്ട് വേണമെങ്കിലും ഒബ്വിയസ്ലി ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് 551 റുപ്പീസിനാണ് മേടിച്ചിരിക്കുന്നത്. ഇതും വിത്ത് ദുപ്പട്ടയാണ് വരുന്നത്. ആൻഡ് മൂവിങ് ഓൺ ടു ദ സൈസിങ്,
സൈസിങ്ങിന് മുമ്പേ മെറ്റീരിയൽ ഞാൻ ആദ്യം പറഞ്ഞ മെറൂൺ സെറ്റിലെ വിസ്കോസ് മെറ്റീരിയലിലാണ് ഇതും വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് തിൻ ഫാബ്രിക് ആണ്, ഇടാൻ സുഖമാണ്. പക്ഷെ കുറച്ച് തിൻ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഇപ്പം വെയിലത്തൊക്കെ പോകുമ്പോൾ ഒരു സ്ലിപ്പ് അടിയിൽ ഇടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പൊ ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഫീൽ അങ്ങ് മാറിക്കിട്ടും. പിന്നെ സൈസ് ചാർട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് മീഡിയം, അമ്മ ലാർജിലും ആണ്. എനിക്കിത് കറക്റ്റ് ഫിറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതായത് ഒരുപാട് ടൈറ്റും അല്ല ഒരുപാട് ലൂസും അല്ല, കറക്റ്റ് ഫിറ്റ് ആണ്. പക്ഷെ അമ്മയ്ക്ക് ഇത് നല്ല ടൈറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്, കംഫർട്ടബിൾ അല്ലായിരുന്നു. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യാം നിങ്ങൾ ഇതിനൊരു സൈസ് അപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതിപ്പോൾ ഏത് പ്രായക്കാരാണെങ്കിലും ഒരു സൈസ് അപ്പ് എടുത്താൽ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് കിടക്കാം. ഈവൻ എനിക്ക് പോലും ഒരു നെക്സ്റ്റ് സൈസ് എടുത്താൽ കുറച്ച് ലൂസ് ഫിറ്റ് ആയിട്ട്, നല്ല ഇപ്പോൾ ചൂടുകാലൊക്കെ അല്ലേ, ലൂസ് ഫിറ്റ് ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കുന്ന ഡ്രസ്സസ് ആയിരിക്കും എപ്പോഴും നല്ലത് ടു ഫിറ്റിനെക്കാളും. അപ്പോൾ ഒരു സൈസ് അപ്പ് മേടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സെറ്റിന്. ഇതിൻ്റെ ഒരു ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ബാൻഡ് ആട്ടോ വരുന്നത്. കെട്ടാൻ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു സെറ്റിനും കെട്ടുന്ന സമ്പ്രദായമൊന്നുമില്ല. ഈ ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ബാൻഡ് ആണ്. പിന്നെ ഇതും ഒരു ലൂസ് ഫിറ്റഡ് പാൻറ് ആട്ടോ. കഴിഞ്ഞത്തെ പോലെ പലാസോ അല്ല, അത്ര ലൂസ് ഫിറ്റ് അല്ല, എന്നാലും ഇട്ടുകൊണ്ട് നടക്കാൻ നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഒരു കോട്ടൺ ബ്ലെൻഡ് ഫാബ്രിക്കിൽ വരുന്ന പോലത്തെ ദുപ്പട്ടയാണേ. നീളവും വീതിയും ഒക്കെ നല്ലോണം ഉണ്ട് ഈ ദുപ്പട്ടയ്ക്ക്. അടുത്തത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെറ്റ്, എൻ്റെ ഫേവററ്റ് ആട്ടോ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. അപ്പൊ അമ്മയെ കാണിച്ചപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ എടുത്തൊരു സെറ്റാണ് ഇത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ്. ബ്ലാക്ക് ആണ് ടോപ്പും ബോട്ടവും വരുന്നത്. ലൈക്ക് ഇങ്ങനെ അടിയിൽ ഇടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പൊ ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഫീൽ അങ്ങ് മാറിക്കിട്ടും. പിന്നെ സൈസ് ചാർട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് മീഡിയം, അമ്മ ലാർജിലും ആണ്. എനിക്കിത് കറക്റ്റ് ഫിറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതായത് ഒരുപാട് ടൈറ്റും അല്ല ഒരുപാട് ലൂസും അല്ല, കറക്റ്റ് ഫിറ്റ് ആണ്. പക്ഷെ അമ്മയ്ക്ക് ഇത് നല്ല ടൈറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്, കംഫർട്ടബിൾ അല്ലായിരുന്നു. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യാം നിങ്ങൾ ഇതിനൊരു സൈസ് അപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതിപ്പോൾ ഏത് പ്രായക്കാരാണെങ്കിലും ഒരു സൈസ് അപ്പ് എടുത്താൽ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് കിടക്കാം. ഈവൻ എനിക്ക് പോലും ഒരു ഡെയിലി ഓഫീസിൽ നോർമൽ അണ്ടർ ഫാനിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് കുറച്ച് ചൂടായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഫാബ്രിക് ആണ് ഇത് മാത്രമേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തുള്ളൂ. ബാക്കിയൊക്കെ ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഇനി ഇതിന്റെ സൈസ് ചാർട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അമ്മയ്ക്ക് കുഴപ്പമില്ല, പക്ഷെ എടുത്തു എന്നുള്ള ഒരു സത്യം അമ്മ പറഞ്ഞു. അപ്പൊ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്താന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൈസിൽ നിന്ന് ഒരു സൈസ് അപ്പ് മേടിച്ചാൽ കുറച്ചുകൂടെ ലൂസ് ഫിറ്റ് ആയിട്ട് കിടക്കും, നമുക്ക് ഇടാനും കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും. നിങ്ങൾ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഫാബ്രിക്കും കുറച്ച് തിന്നാട്ടോ, നിങ്ങൾക്ക് അത് ഇപ്പൊ തന്നെ കാണാമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് തിൻ ഫാബ്രിക് ആയതുകൊണ്ട് കണ്ടോ സീത്രൂ ആണ്. നിങ്ങളപ്പോൾ ഒരു സ്ലിപ്പും ഇതിലൂടെ ഇടേണ്ടി വരും. അപ്പൊ ചൂട് കാലത്ത് ഈ ഒരു സെറ്റ് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് എനിക്കറിയില്ല. മഴക്കാലത്തൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ, പക്ഷെ നല്ല ലുക്ക് ഉണ്ടായിരുന്നു സത്യം പറയാലോ. അപ്പൊ ഇത് മേടിച്ചിരിക്കുന്നത് 551 റുപ്പീസിനാണ്. ഇനി ഇതിന്റെ ബോട്ടം നോക്കുകയാണെങ്കിൽ ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ബാൻഡ് ആണ് വരുന്നത്. പക്ഷെ ഇത് ലൂസ് ഫിറ്റഡ് ബോട്ടം അല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അവർ പെൻസിൽ പാൻറ് ആണ് ഉദ്ദേശിച്ചത്. പക്ഷെ എന്റെ ഹൈറ്റ് കുറവായതുകൊണ്ട് ഇത് ഫുൾ പാൻറ് ആയിട്ട് തന്നെ കിടക്കുകയാണ്. പക്ഷെ ഇതും കുറച്ച് ടൈറ്റ് ആയിരുന്നു. അപ്പൊ ഡെഫിനറ്റ്ലി അടുത്ത സൈസ്, മുന്നേ ഞാൻ പറഞ്ഞ പോലെ അടുത്ത സൈസ് മേടിക്കുക. ദുപ്പട്ട കുറച്ച് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ, കുറച്ചല്ല ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ ഉള്ള ദുപ്പട്ടയാണ്. അപ്പോൾ എല്ലാ പ്രോഡക്റ്റിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തു വിട്ടേക്കാട്ടോ. ഇങ്ങനത്തെ വെറൈറ്റി കണ്ടന്റ് നിങ്ങൾക്ക് ഇനിയും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. കാരണം നിങ്ങൾക്ക് അത് ഒരു സെക്കൻഡ് എടുക്കത്തുള്ളൂ, പക്ഷെ എനിക്കതൊരു വലിയ കാര്യമാണ്, ഒരു പ്രചോദനം കേട്ടോ അത് സത്യം പറഞ്ഞാൽ. സോ സീ യു ഗൈസ്.